പേര് അജിഷ. ഞാൻ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 15 ഉടമ്പടി എടുത്തത്. ആ സമയത്ത് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുവരെ അവൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. 10ലോട്ട് കടന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പെട്ടെന്ന് ഇങ്ങനെ പഠിത്തത്തിൽ പുറകോട്ട് പോയി, ആരുമായിട്ട് കൂട്ടില്ലാതായി, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്, ആരോടും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു നമ്മൾ വിട്ടു പോകണ്ടല്ലോ, ഒരുപാട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫസ്റ്റ് തന്നെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ടീച്ചറായിരുന്നു കൗൺസിലിങ് ചെയ്തത്. അപ്പോൾ ആ ടീച്ചർ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. അപ്പോൾ ഇവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, ക്ലാസ് എടുത്തു, പ്രാർത്ഥിപ്പിച്ചു, തൈലം തേച്ചു കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ പോകുന്നിടത്തൊക്കെ കൃപാസനത്തിൻ്റെ കാര്യങ്ങളാണല്ലോ പറയണേ എന്ന് വിചാരിച്ചു. പക്ഷെ ഇതിനു മുമ്പ് കൃപാസനത്തെ പറ്റി എൻ്റെ ഒരു റിലേഷൻ, ഒരു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് സാക്ഷ്യങ്ങളും വചനം എനിക്ക് അയച്ചു തരും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടും, 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റേ ഉള്ളൂ, ആ സാക്ഷ്യങ്ങളൊന്ന് കേൾക്കണം കേട്ടോ നീയെന്ന് പറയും. പക്ഷെ ഞാൻ ആ സാക്ഷ്യങ്ങൾ സത്യം പറഞ്ഞാൽ കേൾക്കാറില്ലായിരുന്നു എന്നതാണ് സത്യം. ഒറ്റ സാക്ഷ്യങ്ങളും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, ഞാൻ യൂട്യൂബിലും കേട്ടിട്ടില്ല. പക്ഷെ ചോദിക്കുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് ചേച്ചി എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ദിവസം ഒരു മരണ വീട്ടിൽ പോയപ്പോഴും ഹസ്ബൻഡിനോട് ഒരു ചേട്ടൻ പറഞ്ഞു, ആളുടെ വീട്ടിൽ ഇതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്താണെങ്കിലും വേണ്ടില്ല, നമ്മൾ പോകുന്നിടത്ത് മുഴുവനും നമ്മളോട് പറയുന്നവർ, സംസാരിക്കുന്നവരെല്ലാവരും കൃപാസനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മളെ അങ്ങോട്ട് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ശരി, നമുക്ക് ഉടമ്പടി എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഉടമ്പടിയുടെ കാര്യങ്ങളോ റൂൾസോ ഒന്നും അറിയില്ല. അപ്പം എനിക്ക് ഈ സാക്ഷ്യങ്ങൾ അയച്ചു തരുന്ന ചേച്ചിയെ വിളിച്ച് ഞാൻ ചോദിച്ചു. അവർ ബോംബെയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം, എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് എന്നെല്ലാം ചോദിച്ചപ്പോൾ ഇന്ന പോലെ എല്ലാം ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, എല്ലാം പറഞ്ഞു തന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഒരു ദിവസം, വഴി അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, ആലപ്പുഴയാണെന്ന് മാത്രമേ അറിയുള്ളൂ, കലവൂരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ രാത്രി 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി, ആദ്യമായിട്ട് വരുന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്ന് ഒരു റൂം എടുക്കാം എന്നൊക്കെ ചിന്തിച്ചാൽ വരണേ. അപ്പം ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കൃപാസനം എന്ന് പറയുമ്പോൾ ഒരു വലിയ പള്ളി, അപ്പോൾ അതിൻ്റെ അടുത്ത് ടൗൺ ഏരിയ പോലെ ആയിരിക്കും, അപ്പോൾ റൂമുകൾ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിവിടെ വരുന്നേ. അപ്പോൾ ബസ്സിൽ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കയറി, ആലപ്പുഴ ബസ്സിന് കയറി. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കൃപാസനം അറിയില്ല, ഞങ്ങളവിടെ ഫ്രണ്ടിൽ ഇറക്കി വിടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയതും കണ്ടക്ടർ വിളിച്ചു, കൃപാസനം എത്തിയെന്ന് പറഞ്ഞു. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പള്ളിയൊക്കെയാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല. 9 മണിയായി, ഒരു മനുഷ്യനില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ. ഒരു റൂം എവിടെ നിന്ന് കിട്ടുന്ന ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. ഈ സമയത്ത് എവിടെ പോയി റൂം അന്വേഷിക്കും, എവിടെ കിടക്കും, ഇവിടെയാണെങ്കിൽ കിടത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഉള്ളിൽ വന്ന് സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ സെക്യൂരിറ്റി ഇവിടെ അടുത്തുള്ളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, റൂം എടുത്തു കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ശരി, 1000 രൂപ വാടകയാണ് എന്ന് പറഞ്ഞു. ശരി, 1000 ആയാലും കുഴപ്പമില്ല, നമുക്ക് എന്താണ് സ്റ്റേ ചെയ്യണം, ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആ റൂമിൻ്റെ ഓണർ വന്നു, ഒരു ചേട്ടൻ കാറിൽ വന്നു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, ഇവരെന്താ ഈ സമയത്ത് ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവർ റൂമിന് വേണ്ടി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, എത്ര രൂപ അവരോട് വാടക പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പോൾ 1000 രൂപ വാടക പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എടുത്ത വഴിക്ക് പറഞ്ഞു, 500 രൂപ റൂം വാടക മേടിച്ചാൽ മതി, ആ റൂം കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു.
എന്നിട്ട് ഞങ്ങൾക്ക് ആ ചേട്ടൻ ആ റൂം, പുതിയ വീടും റൂമും കാര്യങ്ങളും നല്ല പുത്തൻ വീടാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തന്നു. ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ഈ ആദ്യ ഉടമ്പടിയിൽ SLC പാസ്സാവുന്ന വിഷയമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ തവണ റിസൾട്ട് വന്നപ്പോൾ അവൻ പാസ്സായി. അങ്ങനെ അഡ്മിഷന് കൊടുത്തു. ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലും വന്നില്ല. അപ്പോൾ സപ്ലിമെൻ്ററി ഉണ്ടല്ലോ, ടെൻഷനൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സപ്ലിമെൻ്ററി വെക്കാൻ പോകുമ്പോൾ ആ സ്കൂളിൽ ആകെ 2 സീറ്റ്. ഒരു വലിയൊരു ഗവൺമെൻറ് സ്കൂളാണ്. 2 സീറ്റ്, ഒരു SC സീറ്റും ഒരു EWS സീറ്റും മാത്രം. എന്ത് ചെയ്യും അത്? അപ്പോൾ EWSൻ്റെ പേപ്പേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരു EWSന് ഒരു കൊച്ച് വെച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വെച്ചും കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ആ സ്കൂളിലേക്ക് തന്നെ 4 വിഷയത്തിനും വെച്ചു. ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഹിസ്റ്ററി, കൊമേഴ്സ്. ആദ്യം 3 സബ്ജക്റ്റിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ബയോസയൻസ് ഇവൻ വെക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 15 സ്കൂളിൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ പറയുകയാണ് എനിക്ക് ബയോസയൻസ് അവിടെ തന്നെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ച് വെച്ച് കൊടുക്കുന്ന കൊച്ച് ചോദിച്ചു ഇടയിൽ വെച്ചാൽ പോരേന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് 4ാമത് തന്നെ എനിക്ക് വെക്കണം ബയോസയൻസ്, ബാക്കിയുള്ളത് മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇവൻ ഫോണിൽ ഫോട്ടോ എടുത്തു, ആ കൊച്ചെല്ലാം ഡിലീറ്റ് ചെയ്തു. 4ാമത് ബയോസയൻസ് വെച്ചു. അപ്പോഴും ഞങ്ങളവിടെ നിന്ന് എവിടെ പോകുമ്പോഴും ഇവൻ കാശ് രൂപമില്ലാതെ പുറത്തു പോവില്ല. എവിടെ പോവുകയാണെങ്കിലും കാശ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, വണ്ടി എടുക്കുമ്പോഴും തൈലം തേച്ച് കുരിശ് വരച്ച് എല്ലാം ചെയ്തിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. അപ്പോൾ കാശ് രൂപം കയ്യിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വെച്ചു പോന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ 2 സീറ്റ്, അത് ഇത്രയും വലിയൊരു ഗവൺമെൻറ് സ്കൂള്, ഈ 2 സീറ്റിൽ ഒരു SC സീറ്റും ഒരു EWS സീറ്റും, ആ ഒരു EWS സീറ്റ് ഞങ്ങൾക്ക് തന്നെ തരണം മാതാവ്. അങ്ങനെ തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു, EWS സീറ്റ് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന്. അങ്ങനെ ഒരു 7-ാം തീയതി, സാധാരണ SLC റിസൾട്ട് വരുമ്പോൾ ഒരു 15-ാം തീയതിക്ക് ശേഷം, അങ്ങനെ ഒരു 10-15 ഇടയിലായിട്ടാണ് റിസൾട്ട് വരാറ്. ഇത്തവണ റിസൾട്ട് വന്നത് ഒരു മെയ് 7-ാം തീയതി. അത് നോക്കുമ്പം മാതാവിൻ്റെ ദിവസം ഒരു 7-ാം തീയതി, ഈ അലോട്ട്മെൻറ്റ് വരുന്നതും ഒരു 7-ാം തീയതി. അപ്പം ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു, മുട്ടയിൽ നിന്ന് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് അതുവരെ അലോട്ട്മെൻറ്റിൻ്റെ അത് വന്നിട്ടില്ല. അങ്ങനെ തന്നെ മുട്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഇവൻ ഫോൺ, അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു നീ പോയി ഫോൺ എടുത്തിട്ട് വാ, നമുക്ക് അലോട്ട്മെൻറ്റ് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവൻ പോയി ഫോൺ എടുത്തിട്ട് വന്നു. എല്ലാവരും 4 പേരും, ഞങ്ങൾ 4 പേരാണ്, ഞാൻ, ഹസ്ബൻഡ്, 2 മക്കൾ, താഴെയുള്ളത് ആൺകൊച്ച. അപ്പോൾ ഞങ്ങൾ മുട്ടയിൽ നിന്ന് തന്നെ അലോട്ട്മെൻറ്റ് തുറന്നു നോക്കി. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു, സങ്കടം വന്നിട്ട് പോയി അലോട്ട്മെൻറ്റ് ഇതിൽ നിന്ന് വിട്ടു പോവല്ലേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഏത് സബ്ജക്റ്റ് കിട്ടിയാലും നമുക്ക് വിഷയമില്ല, പക്ഷെ അലോട്ട്മെൻറ്റിൽ പേര് വരണേ, ഈ ഉദ്ദേശിച്ച സ്കൂള് തന്നെ വരണേ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്തിനു പറയണു, അലോട്ട്മെൻറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് ഇവൻ തുറന്ന് നോക്കിയതും മമ്മി എനിക്ക് കിഴക്കഞ്ചേരി സ്കൂളിൽ തന്നെ ബയോസയൻസിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. എന്താ പറയാന്നറിയില്ല, ചങ്ക് പൊട്ടി കരഞ്ഞു എന്നുള്ളതാ. ആ മുട്ടയിൽ നിന്നിട്ട് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാവിട്ട് കരഞ്ഞു പോയി എന്നുള്ളതാ. കാരണം അത്രയും നമ്മളെ കരുതുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരേ ഒരു EWSൻ്റെ സീറ്റ് ഞങ്ങൾക്ക് അന്ന് മാതാവ് തന്നത്. അതുപോലെ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഇടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് ബൈക്കും കൊണ്ട് ഇവൻ പോയതായിരുന്നു. അന്നേരം വണ്ടി നിർത്തിയിട്ട് ഇവർ കൂട്ടുകാർ കല്യാണത്തിന് പോയതാണ്, അടുത്ത് തന്നെയാണ്. കല്യാണത്തിന് പോയിട്ട് ഇവർ സംസാരിച്ചുകൊണ്ട് 4-5 പേരുണ്ട്. പക്ഷേ ഇവൻ വണ്ടിയിൽ, ഇവനായിരുന്നു വണ്ടി ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്, ഹെൽമെറ്റും തലയിലുണ്ട്. നമ്മുടെ അവിടെ വന്നിട്ട് പോയ ഒരു പെട്ടിയോട്ടോ മീൻ വണ്ടിയായിരുന്നു. ആള് നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേ. പക്ഷെ ഇവരവിടുന്നേ വണ്ടി വരുമ്പോൾ കാണുന്നുണ്ടായിരുന്നു, വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി വരുന്നത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ വന്ന് ഇടിക്കുന്ന ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ വണ്ടി വന്ന് ഇടിച്ചു, ഇവനും തെറിച്ചു പോയി, വണ്ടിയും തെറിച്ചു പോയി. അപ്പുറത്തൊരു കരിങ്കല്ല് ഇതിങ്ങനെ കെട്ടിയ ചാലും ഇതൊക്കെയായിരുന്നു. വണ്ടി ആളും എല്ലാം താഴേക്ക് പോയി. തല ഒരു കല്ലിൽ ചെന്ന് ഇടിച്ചു. പക്ഷെ ഹെൽമെറ്റുള്ള കാരണം ഹെൽമെറ്റ് പൊട്ടിപ്പോയി. പക്ഷെ തലയ്ക്കൊന്നും പറ്റിയില്ല. കയ്യിലൊരു ചെറിയൊരു മുറിവ്, കാലിൽ അതൊരു
സാധാരണ വീണ ഉണ്ടാകുന്ന അത്ര ഒരു ചെറിയ മുറിവോട് കൂടിയിട്ട് മാതാവ് അവനെ കാത്ത് സംരക്ഷിച്ചു. കണ്ടു നിന്നവർ, കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒരുപാട് പേടിച്ചു പോയി. എന്ത് സംഭവിച്ചു? അന്ന് അവൻ്റെ കയ്യിൽ ആ കാശ് രൂപമുണ്ട്. അവൻ കാശ് രൂപം ഇല്ലാതെ എവിടെയും പോവാറില്ല. ഉടമ്പടി കാശ് രൂപമാണ്. ആ സാധനം ഇല്ലാതെ അവൻ സ്കൂളിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ആ കാശ് രൂപം കൊണ്ടേ പോവാറുള്ളൂ. അവൻ്റെ കയ്യിൽ വേറെ കാശ് രൂപമുണ്ട്. ഇവിടെ SLCയുടെ സമയത്ത് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു കൊടുത്ത കാശ് രൂപമുണ്ട്. അല്ലാതെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോയ കാശ് രൂപം കൊന്തയിലുണ്ട്. ഇതൊക്കെ ഉണ്ട് എങ്കിലും അവൻ ഈ കാശ് രൂപം കൊണ്ട് അവൻ പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ അതിൽ നിന്നും മാതാവ് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു. അതുപോലെ ഞങ്ങൾ ആദ്യമേ ഉടമ്പടി വെച്ചപ്പോൾ മുതൽ വീട് സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണമെന്ന് ഞങ്ങൾക്ക് അവിടെ നിന്നൊന്ന് മാറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര പ്രാവശ്യം വെച്ചിട്ട് ഞങ്ങൾക്ക് അത് നടന്നു കിട്ടി. സ്ഥലം കുറച്ച് ഒരു 14 സെൻറ്റ് വിൽക്കാൻ ഇട വന്നു. പക്ഷെ വീട് ഇരിക്കുന്നവിടം കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈയിൽ 24 ജൂലൈയിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവിനോട് ഞാൻ നിയോഗം വെച്ചിരുന്നു. എനിക്ക് 90 ദിവസത്തിനുള്ളിൽ, സമയത്തിന്മേൽ അധികാരമുള്ള മാതാവായതുകൊണ്ട് നീ എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കിതിനൊരു മറുപടി തരണം, ഞങ്ങൾക്ക് ആ വീടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 90 ദിവസവും കഴിഞ്ഞ് ഉടമ്പടി കഴിഞ്ഞ് ഒരു 15 ദിവസവും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും വീടിന് ഇരിക്കുന്ന സ്ഥലം കച്ചവടമായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു തൽക്കാലം താമസിക്കാനൊരു വീട് വേണം. ഒരു വാടക വീട് തൽക്കാലം ഞങ്ങൾക്ക് വേണം, മാറണം. കാരണം വീട് മേടിച്ചവർക്ക് പെട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. അവർ ദൂരെ ഈ ആലുവ ഭാഗത്തുനിന്ന് വന്ന് മേടിച്ചവരാണ്. അപ്പോൾ അവർക്ക് വേഗം വീട് ഒഴിഞ്ഞു കൊടുക്കണം. പക്ഷെ നമുക്കൊരു വീടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറേ വീടുകൾ പോയി നോക്കി. ഞങ്ങളൊരു ചെറിയ കുടുംബമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വലിയ വീടൊന്നും വേണ്ട, ചെറിയ വീട്, സാധാരണ വീട് മതി. അപ്പം ഞങ്ങൾ എവിടെയും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. വാടകയ്ക്ക് നോക്കിയിട്ടും വലിയ വലിയ വീടുകൾ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട് പോയി, ഹസ്ബൻഡ് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, വീഡിയോ എടുത്തിട്ട് വന്നു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു രാവിലെ പോയി ടോക്കൺ കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും റെഡിയായി. രാവിലെ 8 മണിക്ക് എല്ലാവരും റെഡിയായി ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേനും ബ്രോക്കർ വിളിച്ചിട്ട് പറയുകയാണ് അത് നടക്കില്ല, ആ വീട് കിട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. 4 പേരും നീ എന്ത് ചെയ്യും മാതാവേ, ഇതും ഞങ്ങൾക്ക് വിധിച്ചതല്ല എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഞങ്ങളെ നീ എവിടെയും ഞങ്ങളെ അനാഥരായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ, ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഭവനം ഞങ്ങൾക്ക് എന്താണെങ്കിലും നീ ഒരുക്കി തരും, ഞങ്ങൾ പോകുന്നതിന് മുമ്പേ നീ പോകും എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അന്ന് അന്നത്തെ ദിവസം വർക്ക് പോയി. ഞങ്ങൾ ടൗണിലേക്ക് പോയി. ഇവരെ വീട്ടിലിരുന്നു. ചെറുത് സ്കൂളിൽ പോയി, ഇവന് സ്കൂളിൽ പോയി. ഞങ്ങൾ 2 പേരും കൂടെ ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ബ്രോക്കർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വീടുണ്ട്, നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കണ്ടു. ഒരു ടെറസ് വീട് തന്നെയാണ്. ഞങ്ങളൊരു ഓട്ട് വീടാണ് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഒരുപാട് വാടക കൊടുക്കാനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഒരു ഓട്ട് വീട് മതി, ഞങ്ങൾ 4 പേരുള്ളൊരു കുടുംബമല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ടെറസ് വീട് റോഡ് സൈഡിൽ, ഒരുപാട് വലിയ പണികളൊന്നും കഴിഞ്ഞ വീടല്ല, പക്ഷെ നല്ല സൗകര്യമുള്ളൊരു വീട്. റോഡ് സൈഡിൽ 2 പേർക്കും സ്കൂളിൽ പോകാനും സൗകര്യം, ആൾക്ക് വർക്കിന് പോയിട്ട് വരാൻ സൗകര്യം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ കൂടെ സൗകര്യം. അത്രയും സൗകര്യത്തിൽ എന്ന് മാത്രമല്ല, വെറും 3000 രൂപ വാടകയ്ക്ക് അത്രയും നല്ലൊരു വീട് ഞങ്ങൾക്ക് തന്നു മാതാവ്. 2 ദിവസം മുമ്പ് ഞങ്ങളത് എഗ്രിമെൻ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ അനുഭവങ്ങൾ ഒത്തിരി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പേപ്പർ മേടിച്ച് ആദ്യമൊക്കെ ഞാൻ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പോൾ അടുത്തുള്ള വീടുകളിലൊന്നും കൊടുക്കാതെ ടൗണിൽ പോയി ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് ടൗണിലൂടെ നടന്ന്
ഇങ്ങനെ സൈഡിലുള്ള കടകളിലും ഓട്ടോക്കാരന്മാർക്കും നമ്മളെ കൊണ്ട് നമ്മളെ ഒരുവിധ റോഡിൽ കൂടെ നടന്നു വരുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ നമ്മുടെ അടുത്തൊരു വൃദ്ധസദനുണ്ട്, കുറച്ച് ദൂരം ഒരു 10-200 പേരുള്ള അമ്മച്ചിമാരുള്ളൊരു വൃദ്ധസദനാണ്. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവർ അവിടെ പോവാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അവരുടെ കൂടെ പോവും, അവരോട് കൂടെ കുറേ നേരം ഇരിക്കും. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കും, അങ്ങനെ തിരിച്ചു വരും. പിന്നെ അതുപോലെ ഞങ്ങൾ ഫാമിലി ആയിട്ടും ഞങ്ങളവിടെ പോവാറുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾ, ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സാമ്പത്തിക സഹായം ബുദ്ധിമുട്ട് ചോദിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്